ഇന്ന് നടന്ന ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ബി ആണ്. ഒന്നാമത്തെ ചോദ്യം, ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര നദികൾ വരെയുള്ള ഹിമാലയൻ ശ്രേണികൾ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ്, ആസാം ഹിമാലയം. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവന വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ലോകത്തിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വ്യാപകമായ വെള്ളപ്പൊക്കത്തിനും വരൾച്ചയ്ക്കും കാരണമാകുന്ന ഒരു ഇടുങ്ങിയ ചൂടുള്ള പ്രവാഹമാണ് എൽ നിനോ. ഉപരിതല ജലത്തിൽ നിന്ന് പടിഞ്ഞാറോട്ട് വീശുന്ന ശക്തമായ പസഫിക് വ്യാപാരക്കാറ്റ് കിഴക്കൻ പസഫിക് മേഖലയിൽ അസാധാരണമായി തണുത്ത വെള്ളം അടിഞ്ഞുകൂടുന്നതിന് കാരണമാകുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. രണ്ടും ശരിയല്ല എന്നാണ് ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, റിമോട്ട് സെൻസിങ്ങിൽ സ്വാത്തിന്റെ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് വരുന്ന വരികളിലൂടെ ഭൂമിയെ സ്കാൻ ചെയ്യുന്ന സ്കാനറുകളെ എന്ത് വിളിക്കുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം, എക്രോസ് ട്രാക്ക് സ്കാനിംഗ് എന്ന്. ഓപ്ഷൻ സി ആണ് ഉത്തരം. നാലാമത്തെ ചോദ്യം, ഒരു മരത്തിന്റെ ശാഖകൾക്ക് സമാനമായ രൂപത്തിലുള്ള ജലനിർഗമന സംവിധാനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ്, ഡെൻഡ്രിറ്റിക്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഡെൻഡ്രിറ്റിക്. അഞ്ചാമത്തെ ചോദ്യം, കേരളത്തിലെ കൊടുത്തിരിക്കുന്ന തടാകങ്ങളിൽ നിന്ന് തെറ്റായ ജോഡി തിരിച്ചറിയുക. ഇതിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയില്ല, മിക്കവാറും ഡിലീഷൻ സാധ്യതയുള്ള ചോദ്യമാണിത്. ആറാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ടം വിളംബരം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഭൂപരിഷ്കരണങ്ങൾ. ഏഴാമത്തെ ചോദ്യം, കേരളത്തിലെ വിമോചന സമരം എന്തിനുള്ള പ്രതികരണമായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്, വിദ്യാഭ്യാസ ഭൂപരിഷ്കരണങ്ങൾ. വിദ്യാഭ്യാസ ഭൂപരിഷ്കരണങ്ങൾ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എട്ടാമത്തെ ചോദ്യം, ദ റിച്ചർഡ് ഓഫ് ദ എർത്ത് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ എ ആണ്, ഫ്രാൻസ് ഫാനോൺ. ഓപ്ഷൻ എ, ഫ്രാൻസ് ഫാനോൺ. ഒമ്പതാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കിഴക്കോട്ട് നോക്കുക നയം ലുക്ക് ഈസ്റ്റ് പോളിസി പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ ബി ആണ്, നരസിംഹറാവു. പത്താമത്തെ ചോദ്യം, ബ്രിട്ടൻ വുഡ് സ്ഥാപനങ്ങൾ സ്ഥാപിതമായത്? ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്, ആഗോള സാമ്പത്തിക സ്ഥിരത സംരക്ഷിക്കുക. ഓപ്ഷൻ സി ആണ്, ആഗോള സാമ്പത്തിക സ്ഥിരത സംരക്ഷിക്കുക. 11ാമത്തെ ചോദ്യം, നീർത്തട പരിപാലന പരിപാടികൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഭൂഗർഭ ജല റീചാർജും മണ്ണ് സംരക്ഷണവും മെച്ചപ്പെടുത്തുക. 12ാമത്തെ ചോദ്യം, സാമൂഹിക സുരക്ഷയെ സാമൂഹിക ക്ഷേമത്തിൽ നിന്ന് വേർതിരിക്കുന്ന സവിശേഷത ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, സംഭാവനയെയോ പദവിയെയോ അടിസ്ഥാനമാക്കിയുള്ള നിയമപരമായ അവകാശം. 13ാമത്തെ ചോദ്യം, ഫലപ്രദമായ ഗ്രാമീണ തൊഴിൽ പരിപാടികൾക്ക് വികേന്ദ്രീകരണം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഓപ്ഷൻ ബി. ഇത് പ്രാദേശിക ഉത്തരവാദിത്വവും ആസൂത്രണവും മെച്ചപ്പെടുത്തുന്നു. ഓപ്ഷൻ ബി. 14ാമത്തെ ചോദ്യം, തൊഴിൽ നിയമനിർമ്മാണത്തിന് അടിസ്ഥാനമായ ഏത് തത്വമാണ് ന്യായമായ തൊഴിൽ സാഹചര്യങ്ങളെ ഏറ്റവും നേരിട്ട് പിന്തുണയ്ക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, അസമമായ വിലപേശൽ ശക്തിയിൽ നിന്ന് തൊഴിലാളികളുടെ സംരക്ഷണം. 15ാമത്തെ ചോദ്യം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമൂഹിക സാമ്പത്തിക വികസനത്തെ ഏറ്റവും നന്നായി പ്രതിഫലിപ്പിക്കുന്ന സൂചകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, മനുഷ്യ വികസന സൂചിക. ഓപ്ഷൻ സി ആണ്, മനുഷ്യ വികസന സൂചിക. 16ാമത്തെ ചോദ്യം, GR ഇന്ദുഗോപന്റെ അനോ എന്ന നോവലിനെ കുറിച്ചും അതിന്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചും ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. പ്രസ്താവനകൾ 1, 16ാം നൂറ്റാണ്ടിലെ ഒരു വെള്ള ആൽബിനോ ആനയുടെയും അതിന്റെ പാപ്പാന്റെയും കൊച്ചിയിൽ നിന്ന് റോമിലേക്കുള്ള യാത്രയാണ് അനോ എന്ന നോവൽ ചിത്രീകരിക്കുന്നത്. പ്രസ്താവന 2, കേരളത്തിന്റെ നവോത്ഥാന യൂറോപ്പുമായുള്ള ചരിത്രപരമായ സമുദ്രാന്തര ബന്ധങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്ന നോവൽ. പ്രസ്താവന 3, കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ വ്യാപ്തിയെ അതിന്റെ ആഖ്യാനത്തിലൂടെ വിശദമാക്കുന്ന നിരൂപക പ്രശംസ നേടിയ ഈ കൃതിക്ക് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഉത്തരം ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം മാത്രമാണ് ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ എ. 17ാമത്തെ ചോദ്യം, മലയാളത്തിലെ ഇതിഹാസ കവി കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് ഇനിയുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക. പ്രസ്താവന 1, 18ാം നൂറ്റാണ്ടിലെ തുള്ളൽ കലാരൂപത്തിന്റെ ശില്പിയായ കുഞ്ചൻ നമ്പ്യാർ തന്റെ രചനകളിൽ മൂർച്ചയുള്ള സാമൂഹിക വിമർശനവും നർമ്മവും സമന്വയിപ്പിച്ചതിന് ജനകീയ കവിയായി ആഘോഷിക്കപ്പെടുന്നു. പ്രസ്താവന 2, മലയാളത്തിലെ ആദ്യത്തെ ഭാഷാ ചരിത്രകാരനായ പി. ഗോവിന്ദപിള്ളയാണ് നമ്പ്യാരുടെ കൃതികളെ ആദ്യമായി പട്ടികപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ പ്രാരംഭ പട്ടികയിൽ കൃത്യമായി 60 തുള്ളൽ രചനകൾ തിരിച്ചറിഞ്ഞു. പ്രസ്താവന 3, സാഹിത്യ പഞ്ചാനനൻ കണ്ടെത്തിയ സ്വന്തോപസുദ്ധ്യോപാഖ്യാനം ഉൾപ്പെടുത്തുന്നതുൾപ്പെടെ വിവിധ പ്രസിദ്ധീകരണങ്ങളിലൂടെ നമ്പ്യാർക്ക് അവകാശപ്പെട്ട കൃതികളുടെ എണ്ണം കാലക്രമേണ വികസിച്ചു. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം.
18ാമത്തെ ചോദ്യം, കവി ടി ഉബൈദിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം മാത്രം എന്നുള്ളത്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. താഴെ പറയുന്ന നവോത്ഥാന നേതാക്കളെ അവരുടെ ജനന വർഷം അനുസരിച്ച് ക്രമീകരിക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 20ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ബുദ്ധമതവുമായി ബന്ധമില്ലാത്ത ആരാധനാലയങ്ങൾ ഏതാണ്? അതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, കൂടൽമാണിക്യം ക്ഷേത്രമാണ്. 21ാമത്തെ ചോദ്യം, മുറിച്ചിപ്പത്തനം എന്നും അറിയപ്പെട്ടിരുന്ന തുറമുഖം ഏത്? ഓപ്ഷൻ എ ആണ് മുസിരിസ്. 22ാമത്തെ ചോദ്യം, ഈ ഗെയിംസ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നറിയപ്പെട്ടിരുന്നു. ഉത്തരം ഓപ്ഷൻ സി, കോമൺവെൽത്ത് ഗെയിംസ് ആണ്. ഉത്തരം ഓപ്ഷൻ സി, കോമൺവെൽത്ത് ഗെയിംസ് ആണ്. 23ാമത്തെ ചോദ്യം, ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കർണം മല്ലേശ്വരി. 24ാമത്തെ ചോദ്യം, 2026 ഫിഫ ലോകകപ്പ് വേദി? ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ ഡി ആണ് 24ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. 25ാമത്തെ ചോദ്യം, ടേബിൾ ടെന്നീസിൽ 2023 അർജുന അവാർഡ് നേടിയത് ആരാണ്? ഓപ്ഷൻ എ ആണ്, ഐഹിക മുഖർജി. ഓപ്ഷൻ എ, ഐഹിക മുഖർജി. 26ാമത്തെ ചോദ്യം, കുട്ടികളിലെ വളർച്ചക്കുറവ് പരിഹരിക്കുന്നതിനായി ഒരു സ്കൂൾ പോഷകാഹാര പദ്ധതിയിൽ പയർവർഗ്ഗങ്ങളും മുട്ടകളും ഉൾപ്പെടുത്തുന്നു. ഇത് പ്രധാനമായും മെച്ചപ്പെടുത്തുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, പ്രോട്ടീൻ ലഭ്യത. ഓപ്ഷൻ ബി, പ്രോട്ടീൻ ലഭ്യത. 27ാമത്തെ ചോദ്യം, കേരളത്തിലെ നെൽകൃഷി സീസണുകളിലായി നിരീക്ഷിക്കുന്നതിന് ഉപഗ്രഹ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നു. ഇത് ഏതിന് ഉദാഹരണമാണ്? ഓപ്ഷൻ എ, റിസോഴ്സ് മോണിറ്ററിങ്ങിനുള്ള റിമോട്ട് സെൻസിങ്. ഓപ്ഷൻ എ, റിസോഴ്സ് മോണിറ്ററിങ്ങിനുള്ള റിമോട്ട് സെൻസിങ്. 28ാമത്തെ ചോദ്യം, ഒരു മലയോര മേഖലകളിൽ ഡീസൽ ജനറേറ്ററുകൾക്ക് പകരം മൈക്രോ ഹൈഡ്രോ സിസ്റ്റം സ്ഥാപിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി ഗുണം എന്ത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, വായു മലിനീകരണത്തിലും ഇന്ധന ചെലവിലും കുറവ്. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. 29ാമത്തെ ചോദ്യം, ഒരു അസ്വാഭാവിക വനത്തിന് പകരം ഏകവിള തോട്ടങ്ങൾ മാത്രമുള്ള തോട്ടം ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുകയും 2 വർഷത്തിനുള്ളിൽ കീടങ്ങളുടെ ആക്രമണം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഏറ്റവും സാധ്യതയുള്ള കാരണം? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഉത്തരം വരുന്നത് വിളകളുടെ ജനിതക ഏകത കാരണം വർദ്ധിച്ച അപകട സാധ്യത എന്ന ഓപ്ഷൻ സി ആണ് ഉത്തരമായി വരുന്നത്. 30ാമത്തെ ചോദ്യം, മെഡിക്കൽ ഇംപ്ലാന്റുകളിൽ നാനോ കോട്ടിങ്ങുകൾ ഉപയോഗിക്കുന്നത് ബാക്ടീരിയ അണുബാധ കുറയ്ക്കുന്നു. ഇതിന്റെ പ്രധാന കാരണം ഇവയാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, തന്മാത്രാ സ്കെയിലിൽ സൂക്ഷ്മാണുക്കളുമായി ഇടപഴകുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. 31ാമത്തെ ചോദ്യം, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? ഓപ്ഷൻ ബി ആണ്, 3 അംഗങ്ങളെന്ന ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. 32ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഹരിത വിപ്ലവത്തിന്റെ പ്രധാന ഘടകങ്ങൾ? ഉത്തരം ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം ഉത്തരം വരുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. 33ാമത്തെ ചോദ്യം, 1971 ബംഗ്ലാദേശിനെ ഒരു സ്വതന്ത്ര രാജ്യമായി ആദ്യമായി അംഗീകരിച്ച രാജ്യം? ഓപ്ഷൻ ബി, ഭൂട്ടാനാണ്. 34ാമത്തെ ചോദ്യം, എസ്താഡോ ദ ഇന്ത്യ ജനപ്രിയമായി അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ്, പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 35ാമത്തെ ചോദ്യം, നാസി ജർമ്മനിയോടുള്ള പ്രീണന നയവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, നെവിൽ ചേംബർലൈൻ ആണ്. 36ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു സ്റ്റോർ നിർദ്ദേശം? ഓപ്ഷൻ എ, ബി എന്ന ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. 37ാമത്തെ ചോദ്യം, ശരിയായി പൊരുത്തപ്പെടുക. ഇനി പറയുന്നവ ശരിയായി പൊരുത്തപ്പെടുക എന്നാണ്. അത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 37ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 38ാമത്തെ ചോദ്യം, സോഫ്റ്റ്വെയർ പാക്കേജുകളെ കുറിച്ചുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക. അതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, 3 മാത്രം. ഓപ്ഷൻ ബി. തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. പറഞ്ഞ പ്രസ്താവനകളിൽ നിന്നെല്ലാം തെറ്റായി വരുന്നത് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബിയിലെ 3ാമത്തെ പ്രസ്താവന, 3ാമത്തെ മാത്രം തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം വരുന്നത്. 39ാമത്തെ ചോദ്യം, OSI മോഡലിന്റെ ഡേറ്റ ലിങ്ക് ലെയറിൽ പ്രവർത്തിക്കുന്നതും ഒരു നെറ്റ്വർക്കിനെ സെഗ്മെന്റുകളായി വിഭജിക്കാൻ ഉപയോഗിക്കുന്നതുമായ നെറ്റ്വർക്ക് ഉപകരണം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, സ്വിച്ച്. ഓപ്ഷൻ ബി. 40ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ഏതാണ് ഒരു വെബ്സൈറ്റിന്റെ അഡ്രസ് ആണ് എന്നതിലേക്ക് ക്ലിക്ക് ചെയ്യാവുന്ന ലിങ്ക് ശരിയായി സൃഷ്ടിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം വരുന്നത്. ഓപ്ഷൻ സി. 41ാമത്തെ ചോദ്യം, ദേശീയ വരുമാന കണക്കെടുപ്പിൽ ഉപയോഗിക്കുന്ന താഴെ പറയുന്നവയിൽ ഏത് സമവാക്യമാണ് തെറ്റ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത് ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്.
42ാമത്തെ ചോദ്യം, ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ മഹലനോബിസ് മാതൃക പ്രയോഗിച്ചത്? അതിന്റെ പ്രധാന ഊന്നൽ എന്തായിരുന്നു? ഓപ്ഷൻ ബി ആണ് 2ാം പഞ്ചവത്സര പദ്ധതി എന്ന ഓപ്ഷൻ ബി ആണ് ഉത്തരം. 43ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ 2 തരം ആദായ നികുതികൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേഷൻ നികുതിയും. ഓപ്ഷൻ സി. 44ാമത്തെ ചോദ്യം, RBIയുടെ ഓപ്പൺ മാർക്കറ്റ് പ്രവർത്തനങ്ങൾ എന്താണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. 45ാമത്തെ ചോദ്യം, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്ന ഉപഭോക്തൃ അവകാശങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 46ാമത്തെ ചോദ്യം, കേരളത്തിലെ ഡച്ചുകാരെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റായ പ്രസ്താവന? ഉത്തരം ഓപ്ഷൻ എ ആണ്. 47ാമത്തെ ചോദ്യം, നൽകിയിരിക്കുന്ന ജോഡികൾ യോജിപ്പിച്ച് താഴെ കൊടുത്തിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. ഓപ്ഷൻ ബി. 47ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആണ്. 48ാമത്തെ ചോദ്യം, 2025 മികച്ച വനിതാ കളിക്കാരിക്കുള്ള ഫിഫ അവാർഡ് നേടിയത് ആരാണ്? ഓപ്ഷൻ ഡി. ഐതാന ബോൺമതിയാണ്. ഓപ്ഷൻ ഡി. 49ാമത്തെ ചോദ്യം, ഔറംഗസീബിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. ഓപ്ഷൻ എ. 50ാമത്തെ ചോദ്യം, 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ടിനെ പരാമർശിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ. 51ാമത്തെ ചോദ്യമാണ്, ഇനി മാത്സ് ആണ്. 51ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ്. 52ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആണ്. 10 ഓപ്ഷൻ സി ആണ്. 53ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി 648. 53ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി 648. 54 ചോദ്യം, ആനന്ദ് ബോലയുടെ 3 ഇരട്ടി നല്ല ജോലിക്കാരാണ്. അവർ ഒരുമിച്ച് ഒരു ജോലി 15 ദിവസം കൊണ്ട് തീർക്കും. ബോല മാത്രം എത്ര ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കും? ഉത്തരം ഓപ്ഷൻ ഡി 60 ആണ്. 55ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആണ്. 9 എന്ന് ഓപ്ഷൻ ബി ആണ്. 56ാമത്തെ ചോദ്യം ഓപ്ഷൻ സി 33 ആണ് ശരിയുത്തരം. ഓപ്ഷൻ സി. 57ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് 116 രൂപ. 58ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആണ് 8000 രൂപ. 59ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി. 60ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി 5. ഓപ്ഷൻ സി 5. 61ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ് 3:45 PM. ഓപ്ഷൻ എ ആണ്. 62ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ശനിയാഴ്ച. 62ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആണ്. 63ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ്. 64ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ. 65 ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി കിഴക്കാണ്. 66 ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 67 ഉത്തരം ഓപ്ഷൻ സി 44. 68 ഉത്തരം ഓപ്ഷൻ എ 1 മാത്രമെന്ന ഓപ്ഷൻ എ. 69ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ് 2:22. 70ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ് 1/4. 71ാമത്തെ ചോദ്യം, de facto means ഉത്തരം ഓപ്ഷൻ ബി ഇൻ റിയാലിറ്റി ഓർ ഇൻ ഫാക്ട്. 72 എ ലൈഫ് സ്റ്റോറി റിട്ടൺ ബൈ എ പേഴ്സൺ അബൌട്ട് ഹിംസെൽഫ് ഈസ് കാൾഡ് ഓപ്ഷൻ ബി ആണ് ഓട്ടോബയോഗ്രഫി. 73 ദ ട്രെയിൻ വിൽ ഡാഷ് അറ്റ് 6 AM. ഓപ്ഷൻ എ ലീവ്. 74ാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ആണ്. ഓപ്ഷൻ സി ഡെഫിനറ്റ്ലി എന്നുള്ള ഓപ്ഷൻ സി ആണ്. 75 ചോദ്യം, ടു ത്രോ ഇൻ ദ ടവൽ മീൻസ് ഓപ്ഷൻ ബി ടു ഗിവ് അപ്പ്. 75ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആണ്. 76ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ്. ഫ്ലൈസ് വെയർ ഓൾ അറൗണ്ട് ദ വെന്യൂ എന്ന ഓപ്ഷൻ എ ആണ് 76ാമത്തെ ചോദ്യത്തിന് ഉത്തരം. 77ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി പുട്ട് ഓഫ് ആണ്. ഓപ്ഷൻ ഡി ആണ് 77ാമത്തെ ചോദ്യത്തിന് ഉത്തരം. 78ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആണ്. 79 ഓപ്ഷൻ ബി ആണ്. 80ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത 81ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ടി ഈസ് ബീങ് മെയ്ഡ് ബൈ ഹർ. ഓപ്ഷൻ സി ആണ് 81ാമത്തെ ശരിയുത്തരം. 82ാമത്തെ ചോദ്യത്തിന് ഉത്തരം
ഹിയർ ഈസ് ദ ബുക്ക് ദാറ്റ് യു ആസ്ക്ഡ്. ഓപ്ഷൻ ഡി ആണ് ആസ്ക്ഡ് ഫോർ എന്ന്. ഓപ്ഷൻ ഡി ആണ് 82ാമത്തെ ചോദ്യത്തിന് ഉത്തരം. 83 ദാറ്റ് ഈസ് ദ ഡാഷ് ബ്രേസ്ലെറ്റ് ഐ ഹാവ് എവർ സീൻ. ഉത്തരം ഓപ്ഷൻ സി പ്രത്യസ്റ്റ്. ഓപ്ഷൻ സി ആണ് 83ന് ഉത്തരം. 84ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ഡസ് ഹി. ഓപ്ഷൻ എ ആണ് 84ാമത്തെ ചോദ്യത്തിന് ഉത്തരം. 85 ഉത്തരം ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് 85ന് ഉത്തരം. 86 പിക്ക് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ആണ് ഓപ്ഷൻ ഡി വിൽ യു. ഓപ്ഷൻ ഡി ആണ് 86ാമത്തെ ചോദ്യത്തിന് ഉത്തരം. 87ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് 87ാമത്തെ ചോദ്യത്തിന് ഉത്തരം. 88 ഉത്തരം ഓപ്ഷൻ എ ആണ്. 88 ഉത്തരം ഓപ്ഷൻ എ. 89 ഉത്തരം ഓപ്ഷൻ ബി ആണ്. 89 ഉത്തരം ഓപ്ഷൻ ബി. 90ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ്. 90 ഓപ്ഷൻ ബി. 91 മക്കത്തായം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി. മക്കൾ പ്ലസ് തായം എന്ന ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 92ാമത്തെ ചോദ്യം ചുവടെ കാണുന്ന പുല്ലിംഗ സ്ത്രീലിംഗ ജോഡികളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 93 പേര് എന്ന പദത്തിന്റെ പര്യായമായി വരാത്തത്. ഓപ്ഷൻ എ നാമാങ്കം. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 94 ആമ്പൽ എന്ന പദത്തിന്റെ സമാനാർത്ഥമുള്ള ജോഡി തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ എ കൈരവം കുവലയം. ഓപ്ഷൻ എ ആണ് 94 ഉത്തരം. 95ാമത്തെ ചോദ്യം താഴെ പറയുന്ന ജോഡികളിൽ തെറ്റായവ തിരഞ്ഞെടുത്തെഴുതുക എന്നാണ്. അതിൽ ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉം പ്രസ്താവനകൾ തെറ്റാണ്. 2ഉം 4ഉം ജോഡികൾ തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 96ാമത്തെ ചോദ്യം ചുവടെ കാണുന്ന ജോഡികളിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. അതിൽ ശരിയായ ജോഡികൾ വരുന്നത് ഓപ്ഷൻ ഡി 1, 2 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 97 he came to me and assured me to repay his debt within a week. ഏറ്റവും ഉചിതമായ തർജ്ജമ ഏതെന്നാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഉത്തരം 97 ഉത്തരം ഓപ്ഷൻ എ ആണ്. 98ാമത്തെ ചോദ്യം വെള്ളി കൊണ്ടുള്ള എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം. ഉത്തരം ഓപ്ഷൻ ഡി രൈചനം. ഓപ്ഷൻ ഡി. 99 പതിവ്രത എന്നർത്ഥം വരുന്ന ശരിയായ രൂപം ഏത്. ഓപ്ഷൻ സി ആണ് സാധ്വി. 100ാമത്തെ ചോദ്യം ഉത്തരം ഏറ്റവും ശരിയായ വാക്യം തിരഞ്ഞെടുക്കാനാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 100ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്.